ആരോട് ചോദിച്ചിട്ടാ മർഡർ കേസിൽ നിന്ന് അവളെ വിടാൻ പറഞ്ഞത്? സ്വന്തം മോളെ അളിയ. ആ കുട്ടിക്കാണെങ്കിൽ നമ്മുടെ ശ്രീയുടെ വയസ്സേ ഉള്ളൂ. ഈ സെന്റിമെന്റ്സ് നിനക്കും എനിക്കും പറയാൻ കൊള്ളാം. എന്ന് വെച്ച് നിന്റെ ഇഷ്ടത്തിനങ്ങ് പുറത്തു വിടുവോ? എന്റെ ഇഷ്ടത്തിനൊന്നും അല്ല അളിയ. IPC സെക്ഷൻ 104 പ്രകാരം ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊലപാതകമല്ല. ഈ കാര്യങ്ങളൊക്കെ അളിയനും അറിയാന്നാ ഞാൻ കരുതി. അപ്പൊ സാറ് റൂൾസ് പ്രകാരമാണ് റിലീസ് ചെയ്തത്. പിന്നെന്തിനാണ് നീ എന്നോട് പറയാൻ പറഞ്ഞേ? അളിയ വേറെ എന്ത് ചെയ്യാനാ? ഫോർമാലിറ്റി, എൻക്വയറി എന്നൊക്കെ പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ കുട്ടിയുടെ ഭാവിയെ അങ്ങ് തീരും. നിനക്കെന്താ? എനിക്കല്ലേ പ്രശ്നം? നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ സമാധാനം പറയേണ്ടത് ഞാനാ. വകുപ്പും സെക്ഷനും ഒക്കെ പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കുക. നിന്നെ പണിക്കേറ്റ് എന്നെ പറഞ്ഞാൽ മതി. മാമ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അച്ഛന്റെ സൈൻ ഇടുക. നേരത്തെ നിന്നെ കൊണ്ട് തലവേദന വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ സ്റ്റേഷനിലും കൂടി. ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകില്ല, അനുസരിക്കുക. മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിക്കോളും. ചെയ്ത് നേരത്താണോ? ഇനി എന്നോട് അനുവാദം ചോദിക്കാതെ ഒരു കാര്യം പോലും ചെയ്തു പോകരുത്, മനസ്സിലായല്ലോ? എടാ, ഒരു പോലീസ് ഓഫീസറായ ദയം ദാക്ഷിണ്യൊന്നും കാണിക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം തൊപ്പി ധരിക്കുന്ന എന്റെ ആയിരിക്കും. ഇനി ഈ കാര്യം പൊക്കി പിടിച്ചോണ്ട് ഏതെങ്കിലും നേതാക്കന്മാർ വന്ന് അതിനേക്കാളും പ്രശ്നമാവും. മര്യാദയ്ക്ക് പണിയെടുക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാൻ പറഞ്ഞേക്കാം. ഇത് നിനക്കുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗാ. ഇതാണ് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. നിന്റെ അമ്മ ഒന്നുമില്ല? ഇല്ല, തലവേദന എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ഭാഗ്യം. പുതിയ ടീച്ചറിന് ഞാൻ പത്മയുടെ മോളാണെന്ന് അറിയില്ല. ഇന്ന് മാമനാണ് എന്റെ അച്ഛൻ. മാം എന്ത് ചോദിച്ചാലും തല ഇടിയാൽ മതി, വേറൊന്നും പറയാൻ നിൽക്കല്ലേ. അത്യാവശ്യമാണെങ്കിൽ ഒന്ന് മൂളിയ മാത്രം മതി, അല്ലാതെ ദൈവത്തോർത്ത് ആവശ്യത്തോർന്ന് പറഞ്ഞ് കൊളവാക്കില്ല. പ്ലീസ് 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 മാമ. എക്സ്ക്യൂസ് മീ മാം. കമിൻ. നിങ്ങൾ സത്യത്തില് ഇവളുടെ അച്ഛൻ തന്നെയാണോ? മാം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അല്ല, കാണാൻ വളരെ യങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു. എന്തൊക്കെ കേൾക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ മാം, ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു. മരണക്കിടക്കെ കിടന്നെന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു. ശരി, അതൊക്കെ വിട്ടേക്ക്. നിങ്ങളുടെ മോൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നറിയോ? എന്ത് ചെയ്തു മാം? പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ സൈൻ ഇട്ടിരിക്കാം, നോക്കി. ആസ് ഇറ്റ് ഈസ് എന്റെ പോലെ തന്നെയുണ്ട്. ഞാൻ കണ്ടുപിടിച്ചല്ലോ. നിങ്ങൾ ബ്രില്യന്റ് മാം. നീ അത്രക്കായല്ലേ? എന്റെ സൈൻ ഇടൂ, എന്റെ സൈൻ ഇടൂ. നീ എന്നെ നാളെ നിർത്താനായിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കണു. നീ മേഡം ഒന്നും പറയണ്ട. ശരിയെന്നാ, ഓക്കെ, ബൈ. അല്ല, നിനക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞേ? ലീവ് എടുത്ത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തൂടെ? ഈ വയ്യാത്തപ്പോ എക്സാമിനൊക്കെ വരേണ്ട വല്ല കാര്യമുണ്ടോ? റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല, ചേട്ടൻ പൊയ്ക്കോ. ശരി. ചേട്ടനിതെങ്ങോട്ടാ? ഓ, അതോ, മോളൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വെച്ച്. ഇത് മാത്രം കൊടുത്താ മതി, കാശൊന്നും കൊടുത്തേക്കരുത്. ശരി. എന്താ ഇത്? പെൺകുട്ടിയാണെന്ന് നോക്കാതെ എങ്ങനെയാണോ തല്ലുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച പിന്നെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് അമ്മയില്ലാത്ത കൊച്ചായതുകൊണ്ടല്ല അച്ഛൻ എങ്ങനെ തല്ലുന്നേ. എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര നന്നായിട്ട് നോക്കുമായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? അമ്മയില്ലേ ശ്രീ? ഈ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ നിനക്ക് നേരത്തെ പറഞ്ഞായിരുന്നു. സോറി ശ്രീ, ഇനി അച്ഛൻ നിന്നെ ഒരിക്കലും തന്നില്ല, ഒരിക്കലും. I'm sorry. It's okay. നിങ്ങൾ ഒറ്റരാള് കാരണം അവളിങ്ങനെ താന്തോന്നിയായി മാറിയത്. ശരി, വിട്. നീ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റർ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ കാശൊന്നും കൊടുക്കുന്നില്ല. നീ വന്നേ. ശരി ശരി. Sorry ശ്രീ. It's okay, man.